പുലർച്ചെ മീൻ പിടിക്കാനായിട്ട് പോയ എല്ലാ ബോട്ടുകളും നിന്ന് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല പച്ച മീനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്ട്. ഒരു കുട്ട നിറയെ ചൂരയായിട്ട് 2 ചേട്ടന്മാർ പോകുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഹലോ ഗൈസ്, ഞങ്ങളിന്ന് വിഴിഞ്ഞം ഹാർബറിലാണ് നിൽക്കുന്നത്. അപ്പം ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് വന്നതാണ്. ഇപ്പം ഞങ്ങൾ ഒരു 6 മണി ടൈമിൽ നിൽക്കുകയാണ് രാവിലെ. ഇന്നൊരു തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ചയാണ് 6:20-25 സമയമായിട്ടുള്ളത്. അപ്പം നമ്മളിപ്പം ബോട്ടൊക്കെ വരുന്ന ടൈമാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ കാണിക്കാം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ടിട്ടുണ്ട് പറ. കൊല്ലത്തുള്ള എല്ലാ കാഴ്ചകളും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് വിഴിഞ്ഞം ഹാർബറിൽ. നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ വിഴിഞ്ഞത്തെ കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഭാഗം. അതായത് നമ്മുടെ കപ്പലിൽ നിന്നും ചരക്കുകൾ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്ന ഭാഗമാണിത്. ഈ കുഞ്ഞു കുഞ്ഞ് ബ്രിക്സ് പോലെ കാണുന്നതൊക്കെ വലിയ കണ്ടെയ്നേഴ്സാണ് അടുക്കി വെച്ചിരിക്കുന്നത്. ഇത് ഹാർബറിനോട് ചേർന്ന് തന്നെ ഉള്ളൊരു പള്ളിയാണ്. സെൻറ്റ് ജോസഫ് ഷ്രൈൻ, കൊട്ടപ്പുറം വിഴിഞ്ഞം. നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ 2015 സർക്കാർ വിഴിഞ്ഞത്തെ അന്താരാഷ്ട്ര മാതൃകയിലുള്ള ഒരു തുറമുഖമാക്കാനുള്ള ഒരു പദ്ധതി ആരംഭിച്ചത്. അതിനു വേണ്ടിയിട്ട് ഈ അദാനി പോർട്ട് കമ്പനിയാണ് പങ്കാളിയായത്. ഹാർബർ കാണാനായിട്ട് ഞങ്ങൾ ഞായറാഴ്ച ദിവസം ഇവിടെ എത്തിയിരുന്നു. പക്ഷേ അന്ന് പ്രയർ ഡേ ആയതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളൊന്നും അന്ന് കടലിൽ പോയിരുന്നില്ല. അപ്പോൾ മീൻ വാങ്ങാൻ വരുന്നവർ ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഞായറാഴ്ച ദിവസം ഇവിടെ മീനിൻ്റെ വിൽപ്പന ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ മാർക്കറ്റ് ലൈവായി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ പോയിട്ട് വന്ന ബോട്ടിലുള്ള മീനുകളാണ് ഈ ചേച്ചിമാർ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇത്രയും രാവിലെ തന്നെ ഒരുപാട് ആൾക്കാർ മീൻ വാങ്ങിക്കാനായിട്ട് അവിടെ വന്നിട്ടുണ്ട്. വന്നിറങ്ങിയ ബോട്ടിൽ നിന്നൊക്കെ ചേട്ടന്മാർ മീൻ വാരി കൊട്ടയിലേക്ക് നിറയ്ക്കുകയാണ്. അയിലയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. വന്നിറങ്ങിയ ബോട്ടുകളൊക്കെ അവർ കയറ് കെട്ടി ഉള്ളിലേക്ക് പിടിച്ചിരിക്കുകയാണ്. നമുക്ക് ഹാർബറിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണാം. ദാണ്ടെ ഒരു കൊട്ട നിറയെ വാളയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ലേലം വിളി കഴിഞ്ഞ് വിൽപ്പനയ്ക്കായിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന മീനുകളാണ്. ലേലം വിളിയുടെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ലേലം വിളിച്ച് മാറ്റിയിട്ടിരിക്കുന്ന ഒരു വലിയ തെരണ്ടി മീനാണിത്. ഇതിപ്പോൾ 3000 രൂപയ്ക്കാണ് ഇതിപ്പോൾ ലേലമായത്. ഇപ്പോൾ ഒരാൾ വാങ്ങിയിട്ടുണ്ട്. തെരണ്ടി മീനെന്ന് പറഞ്ഞാൽ നല്ല ആവശ്യക്കാരുള്ള നല്ല രുചിയുള്ള മീനാണ്. ഇന്നിപ്പോൾ എല്ലാ സൈസ് മീനുകളും വരുന്നുണ്ട് ബോട്ടിൽ നിന്ന്. ഇപ്പോൾ കൊണ്ടുപോകുന്നത് ഒരു കൊട്ട നിറയെ ചൂരയാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ നേരത്തെ വാള കണ്ടിരുന്നു, തെരണ്ടിയുണ്ട്, കൊച്ചു കൊച്ചു ചൂര മീനുകളുണ്ട്. ഇവിടുത്തെ ആ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും മലയാളികളൊന്നും അല്ല. കുറേ പേരൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. നാഗർകോവിൽ ഭാഗത്തുനിന്ന് വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്നതെല്ലാം ഇതുപോലുള്ള ചെറിയ ചെറിയ ഫൈബർ ബോട്ടുകളാണ്. വലിയ വലിയ ബോട്ടുകളൊന്നും നമ്മളിവിടെ ഈ ഹാർബറിൽ കണ്ടില്ല. ഇങ്ങനത്തെ ഫൈബർ ബോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞ് ഏതാനും മണിക്കൂർ കൊണ്ട് തന്നെ തിരിച്ച് കരയിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഇതിൽ കിട്ടുന്ന എല്ലാം നല്ല ഫ്രഷ് മീനായിരിക്കും. ഇത് സാധാ നമ്മുടെ പഴയ രീതിയിലുള്ള ഒരു ബോട്ടാണ്. പൂർണ്ണമായും തടി വെച്ച് പണിഞ്ഞിരിക്കുന്ന ഒരു ബോട്ടാണ്. ഇതിന് മോട്ടറൊന്നുമില്ല. ഇത് തുഴഞ്ഞ് തന്നെയാണ് പോയി മീൻപിടുത്തം നടത്തുന്നത്. ഇപ്പോൾ പോയിട്ട് വന്ന ഒരാളുടെ ബോട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്, തടി വെച്ചുള്ള. നമ്മുടെ ഈ വിഴിഞ്ഞം ഹാർബറിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നിയത് ഇവിടുത്തെ ഒരു സ്ഥലപരിമിതിയാണ്. മീൻ കൊണ്ടുവന്ന് കച്ചവടം നടത്താനോ അതുപോലെ ലേലം ചെയ്യാനോ ഒന്നും നല്ലൊരു ഷെഡോ ഒന്നും ഇപ്പോൾ നിലവിലില്ല. ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുത്ത് തന്നെ ഇതിന് വേണ്ടുന്ന സൗകര്യം, അതായത് മീൻ കൊണ്ടുവന്ന് ലേലം ചെയ്യാൻ ഉള്ള സൗകര്യം, ഒരു ഷെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ പണിഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോഴും ആ പഴയ രീതിയിൽ തന്നെ കടപ്പുറത്ത് തന്നെ ഇട്ട് ലേലം ചെയ്യുന്ന രീതിയാണ് ഇവിടെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ തടിവള്ളത്തിൽ, അതായത് മോട്ടറൊന്നും ഇല്ലാണ്ട് തുഴഞ്ഞു പോയി
പിടിക്കുന്ന രീതിയിലുള്ള വള്ളത്തിൽ നിന്ന് ഉള്ള മീനാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇതിൽ കൂടുതൽ 90% അയിലയാണ്. അപ്പോൾ അവരത് വലയിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് എടുക്കുകയാണ്. 3-4 പേരൊക്കെ ആയിട്ട് വന്നാൽ നമുക്ക് ഷെയർ ഇട്ട് മീൻ വാങ്ങാനായിട്ട് പറ്റും. അതും നല്ല ലാഭം തന്നെയാണ്. ഇത് നമ്മുടെ ഹാർബറിനോട് ചേർന്നുള്ളൊരു കണ്ട ഒരു പള്ളിയാണ്. നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ? നമ്മുടെ തമിഴ്നാട് ആ ഏരിയയിലൊക്കെ കാണുന്ന മോഡൽ, നല്ല സ്റ്റൈലിൽ ഒരു കുഞ്ഞു പള്ളി. അങ്ങേക്കരയിൽ നമ്മൾ കാണുന്നത് 2 ദർഗാസാണ് കേട്ടോ. 2 ദർഗാസും അതുപോലെ ഒരു ജുമായും ആ സൈഡിലുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ അത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്തോരം തിരക്കാന്ന് നോക്കിയേ. ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ വന്നിട്ട്. ഇപ്പോഴാണ് പുറത്തുനിന്നുള്ള ആൾക്കാർ കൂടുതലായിട്ട് വന്നു തുടങ്ങുന്നത്. പിന്നെ ഇവിടുത്തെ മാലിന്യത്തിൻ്റെ കാര്യം അത് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ വീഡിയോയിൽ ആദ്യം കാണിച്ച ആ സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു ചെറിയ തോട് പോലെ ഒരു സംഭവം പോകുന്നുണ്ട്, ചെറിയ കനാൽ. അതിൽ ഫുള്ളായിട്ട് പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യങ്ങളൊക്കെ ആയിരുന്നു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയാതിരിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരേപോലുള്ള കടമയാണ്. അപ്പോൾ അത് നമ്മൾ പാലിച്ചേ മതിയാവും. ഇത് ഞണ്ടിൻ്റെ കച്ചവടം നടക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു കൂട്ടം ഞണ്ടിന് 3500 രൂപയ്ക്കാണ് ലേലമായത്. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ വിഴിഞ്ഞത്ത് വന്നിട്ട് മീൻ വാങ്ങിച്ച്, ഞങ്ങൾ വാങ്ങിച്ച മീനാണ് ഇതായി കാണുന്നത്. ഉള്ള കയ്യിരിക്കുന്നത് കാണാമല്ലേ. 200 രൂപയ്ക്കാണ് വാങ്ങിച്ചത് 4 ചൂര. ഞാനില്ലേ പണ്ട് ഇവിടെ ബ്രേക്ക് വാട്ടേഴ്സ് എന്നും പറഞ്ഞിട്ട് പ്രോജക്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത്. അതേപോലെയൊന്നുമില്ല, ഇപ്പോൾ ഒരുപാട് മാറ്റമായി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.